PCOD ഉള്ളവരിൽ ഈ ഒരു ബുദ്ധിമുട്ട് കറക്റ്റ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ PCOD ഒരിക്കലും കൺട്രോൾ ആവാൻ പോകുന്നില്ല. വേറെ ഒന്നുമല്ല, സ്ലീപ്പ് ഇഷ്യൂ ആണ്. അതായത് ഇന്ന് PCOD ഉള്ള ഏതാണ്ട് ഒരു 30% സ്ത്രീകളും ഉറക്ക പ്രശ്നം അനുഭവിക്കുന്നവരാണ്. ഇത് പലതരത്തിൽ കാണാറുണ്ട്. അതായത് ചില സ്ത്രീകൾ ബെഡ് ടൈം ഒക്കെ പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. രാത്രി ഒരു 10-10:30 ആകുമ്പോൾ കിടക്കുന്നുണ്ടാവും. പക്ഷെ കിടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉറക്കം കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ട്. രണ്ടാമതൊരു വിഭാഗം എന്ന് പറയുന്നത് അവർ കിടന്ന പെട്ടെന്ന് ഉറങ്ങുന്നൊക്കെ ഉണ്ടാവും. ബട്ട് ഒരു മിഡ് നൈറ്റ് ആഫ്റ്റർ, അതായത് 2 മണി 3 മണിയൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് ഞെട്ടി എണീക്കുക, പിന്നീട് അങ്ങോട്ട് ഉറക്കം കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ട്. ഇനി മൂന്നാമതൊരു വിഭാഗം ഉണ്ട്, അവർ രാത്രി ശരിക്കും ഉറങ്ങുന്നൊക്കെ ഉണ്ടാവും. പക്ഷെ രാവിലെ ഉറങ്ങി എണീക്കുമ്പോൾ ഉറക്കം മതിയാവാത്തൊരവസ്ഥ. പകൽ സമയങ്ങളിൽ ഒരു ഉന്മേഷമില്ലായ്മ, അതുപോലെ കിടക്കാൻ തോന്നുക, ഉറങ്ങാനുള്ളൊരു ടെൻഡൻസി, ഇങ്ങനെയുള്ളൊരു പ്രസന്റേഷൻ. ഇനി ഇതിലും കുറച്ച് ഗൗരവമേറിയ ഒരു വിഭാഗമുണ്ട്. രാത്രി ഉറക്കത്തിൽ കൂർക്കം വലിക്കുക, അതുപോലെ ശ്വാസം പെട്ടെന്ന് നിന്ന് പോവുക, ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ എന്ന് പറയും. നിങ്ങൾ മനസ്സിലാക്കുക, സ്ലീപ്പ് പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മെൻസസ് കൂടുതൽ ഇറഗുലർ ആവാനും വെയിറ്റ് കൂടാനും പിമ്പിൾസ് മുടി കൊഴിച്ചിൽ കൂടാനും ഒക്കെ ഉള്ളൊരു സാധ്യതയുണ്ട്. ഓവറോൾ PCOD കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവും എന്നർത്ഥം. അതുകൊണ്ട് തന്നെ ഉറക്ക പ്രശ്നം അനുഭവിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഈ ഒരു പ്രോബ്ലം അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കറക്റ്റ് അസസ്മെന്റ് എടുത്തിട്ട് അതിന് വേണ്ട ട്രീറ്റ്മെന്റും കൂടെ ചെയ്യേണ്ടതായിട്ട് വരും.